എന്താണ് സിനിമയുടെ റിവ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്ക് വർക്കായില്ല. ഇന്ത്യൻ 1 എന്ന സിനിമയോട് നീതി പുലർത്തിയില്ല എന്ന് തന്നെ പറയാം. ഈ ഇന്ത്യൻ 2 കാണുന്നതിന് മുമ്പ് ഇന്ത്യൻ 1 എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കണ്ടിട്ടുള്ളവർക്ക്, ഇന്ത്യൻ 1 ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ഇന്ത്യൻ 2 ഒരിക്കലും വർക്കാവത്തില്ല. കാരണം ഇന്ത്യൻ എങ്ങനെയുള്ള സിനിമയാണെന്ന് അറിയാമല്ലോ. ഭയങ്കര ഡെപ്തുള്ള, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള, ഒത്തിരി നല്ല സോങ്സും ഒത്തിരി നല്ല ബാക്കപ്പ് ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ഉള്ള ഒരു മൂവിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ 2 അങ്ങനെയല്ല. ഇന്ത്യൻ 2 എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യൻ 1 എന്നുള്ളൊരു സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ മേ ബി ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായിട്ട് എങ്കിലും കയറി പോകേണ്ട ഒരു സിനിമയായിരുന്നു. ബട്ട് ദെയർ ഈസ് ഇന്ത്യൻ 1, ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു സിനിമ അവിടെ ഉണ്ട്. അതിൻ്റെ സീക്വൽ എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് വേസ്റ്റ് ഓഫ് മണി എന്ന് തന്നെ ഞാൻ പറയും. ട്രെയിലർ കണ്ടപ്പോൾ പോലും നെഗറ്റീവ് ആയിരുന്നു എൻ്റെ മനസ്സിലെങ്കിലും സിനിമയിൽ ദാറ്റ് നെയിം, ശങ്കർ എന്നുള്ള നെയിമിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ബട്ട് ദിസ് ഈസ് നോട്ട് എ ശങ്കർ മൂവി. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഐ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ മൂവി വരെ, ഐ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയല്ല. അതിന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചു ശങ്കർ എന്നുള്ള ഒരാൾക്ക്. അതെനിക്ക് തോന്നുന്നു മേ ബി അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിരുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ സുജാത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ടായിരിക്കാം. ശേഷം വന്നത് സ്ക്രീൻ പ്ലേയിൽ ആൾക്കാർക്കൊരു മിക്സ്ഡ് അഭിപ്രായം വന്ന സിനിമകളാണെല്ലാം. ഇത് മിക്സ്ഡ് അഭിപ്രായമായിരിക്കില്ല. ഇത് എനിക്ക് തോന്നുന്നു 90% ഇത് നെഗറ്റീവ് റിവ്യൂ തന്നെ ആയിരിക്കും. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പാർട്ട് അതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. സേനാപതി എന്നൊരു ക്യാരക്ടറിനെ ഇവർക്കിവിടെ കൊണ്ടുവരണം. ആ ക്യാരക്ടറിനെ കൊണ്ടുവരണമെങ്കിൽ ഈ 2024 വേണ്ട കുറച്ച് മൂവി സിനിമയ്ക്കൊക്കെ, അതായത് ഒരു മാസ് മസാല മൂവിക്ക് വേണ്ട ഒരു ലെയർ ഉണ്ടല്ലോ, ആ ലെയർ അവർ പ്ലേസ് ചെയ്തു. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വീക്കസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഒരിക്കലും അങ്ങനെ പ്ലേസ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറും അങ്ങനെ പ്ലേസ് ചെയ്യേണ്ട ഒരു സ്റ്റോറിയും അല്ല ഇന്ത്യൻ എന്ന മൂവിയുടേത്. സേനാപതി എന്നൊരാൾ, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് സ്വന്തം മകനെ പോലും കൊന്നൊരു വ്യക്തിയാണ്. ഇന്ത്യൻ 1 കണ്ടവർക്കൊക്കെ അറിയാം അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത്തരം ഒരാൾ മറ്റൊരു രാജ്യത്ത് ജീവിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം അവിടെ കുറച്ച് എക്സ്ട്രാ ലെയറൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം പുതിയ ടൈപ്പ് സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഭയങ്കര മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇതിൽ ആഡ് ചെയ്ത് ലെവൽ ചെയ്ത് ഓരോ ചേരുവകളൊക്കെ ഇങ്ങനെ ചേർക്കുന്ന പോലെ കുറേ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാരി എന്നൊക്കെ ഇടുക. ആ കൂട്ടത്തിൽ എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ വരും, അല്ലെങ്കിൽ ഇന്ത്യൻ എന്നൊരു ക്യാരക്ടറെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നായിരുന്നു അവരുടെ സ്ക്രീൻ പ്ലേയിലുള്ളൊരു വിശ്വാസം. ബട്ട് അതൊക്കെ ഭയങ്കര വീക്ക് പാർട്ടായിപ്പോയി. പെർഫോമൻസ് ഒന്നും ഓക്കെ ആയില്ല. കിഡിലും കുറേ ആക്ടേഴ്സാണ് അറിയാം. സിദ്ധാർത്ഥ്, എസ്.ജെ. സൂര്യ, കമൽ സാറ്, അതുപോലെ തന്നെ ബാക്കി വന്ന കുറേ പേരാണെങ്കിലും നമ്മുടെ നെടുമുടി വേണിച്ചേട്ടനോ അവരൊക്കെ അടിപൊളിയാട്ടോ. അത് വേറൊരു പാട്ടായിട്ട് ഞാൻ പറയാം. ബാക്കി വന്ന കുറേ ബോബി സിംഹ, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, കിഡിലൻ ആക്ടേഴ്സ് ഇവരെല്ലാം. ഇവരൊക്കെ പെർഫോം ചെയ്യേണ്ട ഒരു സാധനമില്ലേ, ആ സാധനം അതല്ല വന്നത്. അവർ ചെയ്യേണ്ടതിനേക്കാൾ ഒരു പൊടി ഓവറാക്കി ചെയ്തൊരു ഫീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ സിദ്ധാർത്ഥിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ഉണ്ട്. സിദ്ധാർത്ഥ ഒരു കിഡിൽ തന്നെ ഒരു പെർഫോമറാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും എനിക്കിങ്ങ് കുറച്ച് സിനിമാറ്റിക് ആയൊരു ഫീല്. ഒരിക്കലും അത് സിനിമാറ്റിക് ആയിട്ട് വരേണ്ടതല്ല. ആ ഒരു സേനാപതി എന്നൊരു പെർഫോമർ, ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കുറേ സംഭവങ്ങളൊക്കെ ചെയ്തത് എന്നെനിക്കൊരു അത് തന്നെ എനിക്ക് എപ്പോഴും എടുത്ത് ഇങ്ങനെ പറയാനുള്ളത്. ഭയങ്കര ഇല്ലോജിക്കലായിപ്പോയൊരു ഫീല്. എനിക്കത് ഒട്ടും വർക്കായില്ല. ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, അതിനൊന്നൊരു ആവശ്യമില്ലായിരുന്നു. ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്ന ലാഗ്, കുറേ കൊല, അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ആ സേനാപതി എന്നൊരു ക്യാരക്ടർ ഇന്ത്യൻ സിനിമയിൽ ന്യായത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിച്ച് അതിന് വേണ്ടിയിട്ട് മാത്രം ആൾക്കാരെ കൊല്ലുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും അദ്ദേഹം ചുമ്മാ പേരിന് ഇങ്ങനെ ആൾക്കാരെ എഗെയിൻസ്റ്റ് വരുവാണ്. അതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് കുറച്ച് കൊലകൾ വരുന്നു. അതുപോലെ തന്നെ കുറേ ഇല്ലോജിക്കലായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. എന്നാണെന്നറിയാമോ, നമ്മളൊരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതോടനെ ട്രെൻഡിങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ എന്നതാണേലും എത്ര സോഷ്യലി റെലവൻ്റ് ഉള്ള സാധനമാണെങ്കിലും അത്ര എളുപ്പത്തിലൊന്നും ട്രെൻഡിങ് ആവില്ല. അതിന് ആൾക്കാരുടെ ഒരു സംഭവം ഉണ്ട്. ഇത്രയും പേര് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും പേര് വേണം എന്നാഗ്രഹിക്കുന്നൊരു സംഭവം, ആ ഒരു ഇൻറ്റൻസ് അവിടെ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. കംബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വരുന്നതായിട്ട് അതൊക്കെ ഭയങ്കര, അതുപോലെ തന്നെ
പറയുക ഗോ ബാക്ക് ഇന്ത്യൻ. അത് ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഗോ ബാക്ക് പോകുമോ തിരിച്ച്. അങ്ങനെ പുള്ളി എന്ത് ചെയ്താലും വൈറലാകുന്നൊരു സെറ്റപ്പ് വർക്കായില്ല. അത് അങ്ങനെ എളുപ്പത്തിലൊന്നും ആവത്തില്ലല്ലോ ഒരിക്കലും. കുറച്ചും കൂടെ അതൊന്ന് വാലുവേറ്റ് ചെയ്യായിരുന്നു അവർക്ക്. അതങ്ങനെ ആകുമോ അല്ലെങ്കിൽ ആകുകയില്ലയോ അങ്ങനെയൊക്കെ. അനാവശ്യ കുറേ ലാഗിങ് കുറേ സാധനങ്ങളുണ്ട്, അനാവശ്യ കുറേ സീനുകളുണ്ട്, ഭയങ്കര ലെങ്ത് ഉണ്ട്. 118 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 108 വയസ്സുള്ള ഒരാൾ ചെയ്യുന്ന സ്റ്റണ്ടായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തില്ല. ഇന്ത്യയിൽ അദ്ദേഹത്തിന് ചെറിയ നടക്കാനൊക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ നടക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ എൻ്റെ 50ാമത്തെ വയസ്സിൽ നടക്കുന്നത്. അത് ലോജിക്കാണ്. അതിൽ ഞാൻ എത്ര മാർഷൽ ആർട്സ് പഠിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് അവിടെയായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ഞാനൊന്ന് ടയേർഡ് ആയിരിക്കുമല്ലോ. ഇവിടെ അങ്ങനല്ല, ഇത് തിരിച്ചാണ്. അവിടെ 79-80 വയസ്സുള്ള ഒരാൾ പെർഫോം ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് ഇവിടെ 110 വയസ്സൊക്കെ അടുത്തുള്ള ഒരാൾ ചെയ്യുന്നത് ലോജിക്കലി വർക്കായില്ല. ഒറ്റ വീലനൊരു വണ്ടിയുണ്ട്, ഒരു ഇലക്ട്രിക് വണ്ടി. അതിലൊക്കെ പോണ സ്റ്റണ്ടിൽ എത്രയൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാലും അതൊന്ന് പൊങ്ങി താഴെ വീഴുമ്പം കൊളാപ്സ് ആവും. അത് ഒന്നും വർക്കായില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ട്. അത് ഈ സ്ക്രിപ്റ്റ് വൈസ് അങ്ങനെയൊന്നുമല്ല, ആർട്ട് അടിപൊളിയായിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ശങ്കറിൻ്റെ സിനിമകളിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്. അദ്ദേഹം ഒരു പാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് പാട്ടിൻ്റെ ഭാഗത്താണ്. അത് മറ്റേ കാതലർസ് എന്ന് പറഞ്ഞ പാട്ട് പേഴ്സണലി അത്ര അടിപൊളി പാട്ടൊന്നും അല്ല എങ്കിലും അതിലെ വിഷ്വൽസൊക്കെ എനിക്ക് കുഴപ്പമില്ല. ഒരു ശങ്കർ സിനിമ കാണുന്നൊരു ഫീലിൽ ആ ഒരു പാട്ടിലെ വിഷ്വൽസ് എനിക്ക് കാണാൻ പറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുണ്ട് പാറ എന്ന് പറഞ്ഞ പാട്ടോ. അയ്യോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അത് ക്ലൈമാക്സിലാണ്, ട്രെയിലറിൻ്റെ കൂടെയാണ്, തേർഡിൻ്റെ ട്രെയിലറുമായിട്ടാണ് പ്ലേസ് ഇരിക്കുന്നത്. അത് കിഡിലനായിരുന്നു. തേർഡിൻ്റെ ട്രെയിലർ അടിപൊളിയാണ്. അതായത് ഇന്ത്യൻ 2 എന്നത് ഇന്ത്യൻ 3യിലേക്കുള്ള അതാണ് അതിൻ്റെ ഫൈനൽ ഒരു കംപ്ലീറ്റ് ആണ് ഇന്ത്യൻ 3 വരുമ്പോഴേക്കും. അതിലോട്ടുള്ള ചവിട്ടുപടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ചവിട്ടുപടി ഇച്ചിരി ബലക്കുറവുള്ള ഒടിഞ്ഞു പോണത് പോലെ ആയിപ്പോയി. മേ ബി ഇന്ത്യൻ 3 അടിപൊളി ആയിരിക്കും. അതിൻ്റെ ട്രെയിലർ എനിക്ക് കണ്ടിട്ട് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നി. കുറച്ച് പീരിയോഡിക് പോർഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ പാറ പാട്ട് അതും കൂടെ ചേർത്ത് പ്ലേസ് ചെയ്യുമ്പം നന്നായിട്ട് തോന്നി എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. മേ ബി 3 അടിപൊളി ആയിരിക്കും. നേരത്തെ പറഞ്ഞ വിട്ടുപോയൊരു കാര്യം, നെടുമുടി വേണു സാറിനെ, പിന്നെ നമ്മുടെ മനോബാല, വിവേക്, പിന്നെ നമ്മുടെ മറ്റേ പുള്ളി എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു നമ്മുടെ ജയിലറിലെ വർമ്മൻ്റെ വലങ്കയായിട്ട് വെക്കുന്നൊരു അച്ചായനല്ലേ പുള്ളി മരിച്ചതിന് ശേഷമാണ് ഇത് എടുത്തത്. എനിക്കൊരു ഡൗട്ടുണ്ട്, അറിയില്ല. മേ ബി പുള്ളിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ പോർഷൻസ് ഒക്കെ നല്ലതായിരുന്നു. ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിലും നെടുമുടി വേണുചേട്ടൻ്റെ ചില ഭാഗത്ത് നമുക്ക് അറിയാൻ പറ്റും അത് മറ്റേ നന്ദു എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റ് ചെയ്താണെന്നുള്ളത്. അത് ക്ലീൻ എവിഡൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു മർമ്മപ്രധാനമായിട്ടൊരു പോർഷനിൽ അദ്ദേഹം ആക്ട് ചെയ്യുന്നത് മനസ്സിലായി അത് നെടുമുടി വേണുചേട്ടനല്ല, AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് തോന്നിക്കും, അറിയാമായിരുന്നു. എന്നാലും അവരെയൊക്കെ കാണാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെന്താ പറയണേ, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിൽ പ്രത്യേകിച്ച് പോസിറ്റീവ്സ് ഒന്നും ഇല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ AR റഹ്മാൻ സാറിൻ്റെ ഒക്കെ ഒരു വിലയില്ലേ. അദ്ദേഹം പുള്ളി ഒരു ജീനിയസ് ആട്ടോ. പുള്ളിക്ക് അറിയാം എന്ത് സിനിമയ്ക്ക് എന്താ വേണ്ടതെന്നുള്ള അറിയാം. ഇതൊരു മാസ് മസാല പടത്തിൽ അദ്ദേഹം ആപ്റ്റ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം മേ ബി, അല്ലെങ്കിൽ വേറെ സിനിമയുടെ തിരക്ക് മൂലം ആയിരിക്കാൻ പോയത്. എന്താണേലും അദ്ദേഹം മാറിയത് നന്നായി എന്ന് തന്നെ പറയാം. അനിരുദ്ധ് ഒരു കിഡിലൻ മ്യൂസിക് ഡയറക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് കമ്പോസറാണ്. പക്ഷെ ഇവിടെ അനിരുദ്ധ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമില്ലേ, ഭയങ്കര അരോചകമായിട്ട് തന്നെ തോന്നി. ഇതിൽ 3 മണിക്കൂറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. പടപടയിട്ട് കൊളുത്തിയിട്ട് പിടപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ പിടപ്പിക്കുന്നൊന്നും ഓക്കെ അല്ല. എസ്പെഷ്യലി മറ്റേ സേനാപതി എന്ന് പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട് കേട്ടോ. അനിരുദ്ധിൻ്റെ ഒരു ടച്ച് ഇല്ലേ, അനിരുദ്ധ് ടച്ച്, അത് ഈ സേനാപതി എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇതിനൊരു ട്രഡീഷണൽ ഒരു ഇച്ചിരി ഓൾഡ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഇതായിരുന്നു വേണ്ടത്. അങ്ങനെ തോന്നി. എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും കേട്ടോ. മൊത്തത്തിൽ എനിക്ക് സിനിമ വർക്കായില്ല. വർക്കായത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കുറച്ച് മറ്റേ പെർഫോമൻസുകളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചവരുടെ പെർഫോമൻസുകൾ, അതും തേർഡിൻ്റെ ട്രെയിലറും കേട്ടോ. തേർഡിൻ്റെ ട്രെയിലറും കൊള്ളാം. തേർഡ് മേ ബി നല്ലതായിരിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശങ്കറിൻ്റെ പടം വരുമ്പോൾ നമുക്കൊരു സംഭവം ഉണ്ട് ഉള്ളിൽ, ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. എപ്പോഴും നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു ഡയറക്ടറല്ലേ, പുള്ളി ചെയ്യുമായിരിക്കും, എന്തായാലും ചെയ്യും. നമുക്കൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കാണിച്ചെന്നൊരു വ്യക്തിയാണ്. മേ ബി ഇന്ത്യൻ 3 അടിപൊളി ആയിരിക്കട്ടെ.
അതുപോലെ തന്നെ വരാൻ പോകുന്ന സിനിമകളും വേൽപ്പറി ആണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ ഒക്കെ കംപ്ലീറ്റ് ആയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗെയിം ചേഞ്ചർ പക്ഷേ കാർത്തിക് സുബ്ബരാജാണ് അതിൻ്റെ ഒരു സ്റ്റോറി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രതീക്ഷയുണ്ട്. എന്തായാലും സിനിമ എനിക്ക് വർക്കായില്ല. അത് തന്നെയാണ് ഇതിൻ്റെ വൺ ലൈനായിട്ടുള്ള അതിൻ്റെ റിവ്യൂ. പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഇഷ്ടപ്പെടാതിരിക്കാം. എന്താണേലും നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. സിനിമ കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിയേറ്ററിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തേക്ക്. എന്തായാലും ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ സീക്വൽ നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് പറയാനെങ്കിലും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.